നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആഡ് പ്രൈവസി എന്നുള്ള പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്താൽ അവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും. ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഓൾ സർവീസസ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയും പറഞ്ഞ ഈ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് കാണാൻ സാധിക്കും. ഈ ആഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആഡ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ ആഡ് പ്രൈവസി എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിട്ടില്ല. നിങ്ങൾ ഈ സ്ഥലത്ത് വരാത്തവർക്ക് എന്ത് ചെയ്യണം എന്നതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ആഡ് പ്രൈവസി എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്താൽ 3 കാര്യങ്ങൾ ഓഫ് ചെയ്യാനുള്ള, ഇത് 3ഉം ഓണാണ്, ഇത് ഓഫാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി ഈ ഒരു സെറ്റിങ്സിൽ ഇല്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ സ്ക്രോൾ ചെയ്താൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയും പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് പ്രൈവസി ഒരു ക്രോം ബ്രൗസറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സെറ്റിങ്സിലുള്ളവർക്ക് ഇനി ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഈ ആഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിക്കും ആഡ് ടോപ്പിക് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി സെറ്റിങ്സിലാണെങ്കിലും ഒക്കെ സെയിം ആണ്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ഇത് ഡിസേബിൾ ആക്കുക. കാരണം ഇത് എനേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് കണ്ടെത്തി അത് ആഡ്സ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുത്താനുള്ളൊരു ഓപ്ഷനാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡിസേബിൾ ആക്കുക. തൊട്ട് ബാക്കോട്ട് വന്നാൽ ഈ സൈറ്റ് സജസ്റ്റഡ് ആഡ്സും പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതും ഓഫ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ആഡ്സ്, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഓരോ ആഡ്സും സജസ്റ്റഡ് ആയിട്ട് സൈറ്റിൽ നിന്നും വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഈ ഒരു ആഡ്സും നിങ്ങൾ 3ഉം ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന, അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇവർ കണ്ടെത്തിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് പരസ്യം വരുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്യാൻ